അപ്പാരൻ്റ്ലി, ലിറ്ററലി, ഗ്രാജുവലി, ഇവൻച്വലി. ഈ 4 വേർഡ്സും കേൾക്കുമ്പോൾ നല്ല രസകരമായിട്ടുള്ള വാക്കുകളാണ്. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കൊരു ചെറിയ കൺഫ്യൂഷനാണ്. ഇത് എവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. ഓരോരോ വേർഡ്സ് എടുത്ത് നോക്കാം. നിങ്ങൾക്ക് തന്നെ ആ ഒരു കൺഫ്യൂഷൻ മാറും. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ലിറ്ററലി. ലിറ്ററലി എന്നുള്ള ഈ ഒരു വാക്ക് നമ്മൾ എപ്പോഴും ഏറ്റവും 100% നമുക്ക് ഉറപ്പുള്ള സത്യമായിട്ട് അക്ഷരാർത്ഥത്തിൽ സത്യം എന്നൊക്കെ പറയില്ലേ, ഇതേപോലത്തെ ഒരു കോൺസെപ്റ്റ് വരുമ്പോഴാണ് ലിറ്ററലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ പറയാണ് ദിസ് ഐഫോൺ കെൻ ലിറ്ററലി സ്റ്റോർ thousands of pictures. അതായത് ഈ ഒരു ഐഫോണിന് ഏകദേശം 1000-കണക്കിന് പടങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. ഇവിടെയാണ് നമ്മൾ ലിറ്ററലി എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യുക. ദ സെക്കൻഡ് വേർഡ് ഇസ് അപ്പാരൻ്റ്ലി. അപ്പാരൻ്റ്ലി എന്ന് പറഞ്ഞാൽ ലിറ്ററലി വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്തെന്ന് വെച്ചാൽ അപ്പാരൻ്റ്ലി എന്നുള്ളൊരു വാക്ക് നമ്മൾ പ്രത്യക്ഷത്തിൽ സത്യമാണ്, എന്നാൽ എന്നോട് സത്യമാണോ എന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അതായത് സംതിങ് ദറ്റ് യു നോ ഇസ് ട്രൂ ബട്ട് ദെൻ യു ആർ നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇപ്പം ഞാൻ പറയാണ് അപ്പാരൻ്റ്ലി ഷി വാസ് റോങ് എന്ന് പറയുമ്പോൾ അവൾ തെറ്റുകാരിയാണ്, പക്ഷേ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയില്ല എന്നുള്ളൊരർത്ഥമാണ്. ഓക്കെ, അപ്പാരൻ്റ്ലി ഹി വാസ് ആബ്സെൻറ്റ്, അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല അന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ കറക്റ്റായിട്ട് എന്നോട് ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. ഇങ്ങനെ ഒരു അർത്ഥമാണ് അപ്പാരൻ്റ്ലിക്കുള്ളത്. ഓക്കെ, സോ നൗ വി ലേൺ ലിറ്ററലി ആൻഡ് അപ്പാരൻ്റ്ലി. തേർഡ് വേർഡ് ഇസ് ഇവൻച്വലി. ഇവൻച്വലി എന്ന് പറഞ്ഞാൽ ഫൈനലി, അവസാനം എന്നുള്ളൊരർത്ഥം വരില്ലേ, അതാണ് ഇവൻച്വലി. ഇവൻച്വലി എങ്ങനെയാണ് പറയുക? ഇപ്പം ഒരു സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ somehow both of us eventually slept off. അതായത് കുറേ നേരം സംസാരിച്ച് അവസാനം നമ്മൾ അങ്ങോട്ട് ഉറങ്ങിപ്പോയി എന്നുള്ളൊരർത്ഥം. ദാറ്റ് ഈസ് ഇവൻച്വലി. ഇതുമായി ചെറുതായിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു വാക്കാണ് ദ ലാസ്റ്റ് വൺ, വിച്ച് ഇസ് ഗ്രാജുവലി. ഗ്രാജുവലി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ക്രമേണ. ഇപ്പോൾ പറയാണ് ഗ്രാജുവലി ഹർ ഐലെറ്റ്സ് ഡ്രൂപ്ഡ് ഓഫ്. അതായത് ഗ്രാജുവലി ഹർ ഐലെറ്റ്സ് ഡ്രൂപ്ഡ് ആൻഡ് ഷീ ഫെൽ അസ്ലീപ്. അതായത് പതിയെ അവളുടെ കൺപോളകൾ ഇങ്ങനെ അടഞ്ഞ് അവൾ പതിയെ ഉറക്കത്തിലേക്ക് പോയി. അപ്പോൾ എന്താണ് ഇതെന്ന് മനസ്സിലാവുന്നത്? ഈ 4 വേർഡ്സും പല പല കോൺസെപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷനുള്ള ഒരു 4 വേർഡ്സ്. ഇതെന്തൊക്കെയാണ്? വൺ ഇസ് ലിറ്ററലി. ലിറ്ററലി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത്. അപ്പാരൻ്റ്ലി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ സത്യമാണ്, but then you're not sure about it. Eventually means finally, and gradually means step by step, ക്രമേണ. English House. English at your fingertips.